الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിച്ച് ജീവിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യ കുലത്തിൽ ലോകത്ത് നമ്മുടെ അതിപുരാതന കാലഘട്ടം മുതൽ മനുഷ്യരുടെ മാറ്റങ്ങളും വളർച്ചകളും വ്യത്യാസങ്ങളും അവർ വളർത്തിക്കൊണ്ടുവന്ന ധാർമ്മികതയുമെല്ലാം ഒരടിസ്ഥാന വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ളതാണ്. ലോകത്ത് മനുഷ്യർ പടുത്തുയർത്തിയ നാഗരികതകൾ അത് മനുഷ്യകുലത്തോളം തന്നെ പഴക്കമുള്ളതാണ്. ആ നാഗരികതകളിൽ ഓരോന്നും മനുഷ്യരെ ഒന്നിപ്പിക്കുകയും മനുഷ്യരെ വളർത്തുകയും മാനുഷികതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുകയും ഒക്കെ ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആദിമകാലം മുതൽ അല്ലാഹു മാർഗദർശനം നൽകുന്നതിന് നിയോഗിച്ചു പോന്ന ഒരു വ്യവസ്ഥാപിത സുന്നത്താണ് പ്രവാചകത്വം. അതിൽ ഒന്നാമത്തെ നബി മുതൽ അന്ത്യപ്രവാചകൻ വരെ മനുഷ്യരുടെ മുൻപിൽ അവതരിപ്പിച്ച ജീവിതക്രമങ്ങളുടെ ആവശ്യകത അവർക്ക് ബോധ്യം വരുന്നത് സ്വന്തം ജീവിതത്തെ എടുത്ത് പഠിപ്പിച്ചപ്പോഴാണ്. അപ്പോഴാണ് ജനനം മാത്രമല്ല, ഇനി ഒരു മരണം അനിവാര്യമാണെന്നും അത് കഴിഞ്ഞുള്ള ജീവിതം നിഷേധിക്കാൻ കഴിയാത്ത അനുഭവമായി എല്ലാവരും ഉൾക്കൊള്ളേണ്ടി വരും എന്നും ഈ ഒരു യാഥാർത്ഥ്യ ബോധത്തെ അറിയിച്ചപ്പോഴാണ് മനുഷ്യർ വലിയ ദ്രുതഗതിയിലുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരല്പസമയം നിൽക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ അവരെ പ്രാപ്തമാക്കിയത്.
അന്നും മനുഷ്യർ ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ നൂഹ് നബി തുടങ്ങി എല്ലാ നബിമാരോടും അവർ ചോദിച്ച ചോദ്യങ്ങൾ ഖുർആനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അത് ഇനിയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്. അത് വഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹു, ഒരത്ഭുതം എന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലൊരു അനുഭവം എന്ന നിലയിൽ അവർ പറഞ്ഞ വാക്കാണ് യഥാർത്ഥത്തിൽ ആശ്ചര്യം. ഇദാ കുന്നാ തുറാബൻ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. ഇദാ കുന്നാ തുറാബൻ, ഞങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ, ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, ഞങ്ങൾ ഒരു പുതിയ സൃഷ്ടിപ്പ് ഞങ്ങളിൽ രൂപപ്പെടുമോ എന്ന ഒരു ചോദ്യം ഇത് പ്രവാചകന്മാരുടെ ആദ്യകാലത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ തൊട്ടു പിന്നാലെ വന്ന ഒരു ജനതയുടെ ആശങ്കയും സംശയവുമാണ്. ആ ചോദ്യം തന്നെ ആശ്ചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അത് എടുത്തുദ്ധരിക്കുന്നത്. ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം വഉലായിക്കൽ അഗ്ലാലു ഫീ അഅ്നാഖിഹിം വഉലായിക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അത് ഉലായിക്കല്ലദീന കഫറൂ ബിറബ്ബിഹിം, അങ്ങനെ അവർ ചോദിച്ചത് അവരുടെ രക്ഷിതാവിനെ തന്നെ അവർ നിഷേധിച്ചത് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ ഉടനീളം അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രക്ഷകന്റെ കരവലയുണ്ട്. അതവർ അനുഭവിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. എന്നിട്ടും അവരുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അവർ നിഷേധിച്ചു കളഞ്ഞു. വഉലായിക്കൽ അഗ്ലാലു ഫീ അഅ്നാഖിഹിം, അവരുടെ പിരടികളിലാണ് ചങ്ങലകൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിവരാൻ കഴിയാത്ത വിധം അവരുടെ പിരടികൾ ചങ്ങലകളുടെ ഭാരത്തിൽ താഴ്ന്നിരുന്നു. വഉലായിക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകവാസികളാണ്, അവരവിടെ നിത്യം വസിക്കുന്നവരാണ്. ഇത് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നത് രണ്ടാശയം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതിലൊന്ന്, ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടാവുക, അതും മണ്ണോട് മണ്ണായി തീർന്ന ശേഷം. വഖാലു അഇദാ ലലൽനാ ഫിൽ അർള് ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ. സൂറത്തു സജദ. അവിടെ അവര് ഈ ആശ്ചര്യം നിറഞ്ഞ ചോദ്യത്തെ ഖുർആൻ ഒന്നുകൂടി അനാവരണം ചെയ്തത് വഖാലു ഇദാ ലലൽനാ ഫിൽ അർള്, ഭൂമിയിൽ ലയിച്ച് അപ്രത്യക്ഷമായി, ഭൂമിയിൽ ഞങ്ങൾ ലയിച്ച് ചേർന്നു. അപ്പം ഞങ്ങളുടെ യാതൊരു അംശവും വെളിയിലില്ല. ഭൂമിയോട്, അതിൻ്റെ ലവണങ്ങളോട്, അതിൻ്റെ ധാതുക്കളോടെല്ലാം ചേർന്ന് ലയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടിപ്പ് ഇനി ഞങ്ങൾക്കുണ്ടാകുമോ? അങ്ങനെയാണോ പറയുന്നത്? ബൽ ഹും ബിലിഖാഇ റബ്ബിഹിം കാഫിറൂൻ, അവരുടെ രക്ഷകനെ, രക്ഷിതാവിനെ, സംരക്ഷകനെ കണ്ടുമുട്ടുന്നതിലാണ് അവർ നിഷേധം കാണിച്ചത്. ഇപ്പൊ വിശ്വാസികളെല്ലാം അള്ളാഹുവിൻ്റെ ലിഖാ ആണ് അവരുടെ ആത്യന്തിക താല്പര്യം. പടച്ചവനെ അവരാരും നേരിട്ട് കണ്ടിട്ടില്ല.
അവിടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ലൈലത്തൽ ബദർ. പൂർണ്ണചന്ദ്രന്റെ ദിവസം, ചന്ദ്രന്റെ ഉദയം, പൂർണ്ണചന്ദ്രന് മറകളില്ലാതെ, അവ്യക്തതകളില്ലാതെ, യാതൊരുവിധ നിഴലുകളും വീഴാത്ത വിധം പൂർണ്ണ ശോഭയോടെ നിങ്ങൾ കാണുന്നത് എപ്രകാരമാണോ അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശ്വാസികളുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ മുഅ്മിനുകളും ആത്യന്തികമായി അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ലിഖാഇനെ കാണാൻ ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും അത്യധികം ആകാംക്ഷയോടെ അതിനു വേണ്ടി പണിയെടുക്കുന്നവരുമാണ്. ഖുർആൻ തന്നെ എടുത്തു പറഞ്ഞല്ലോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അവിടെ ആരാണോ അള്ളാഹുവിൻ്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നത്, ഫമൻ കാന യർജു, ആർക്കാണോ റജാ ഉള്ളത്, പ്രതീക്ഷ, ആഗ്രഹം, കൊതി, താല്പര്യം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ ലിഖാഇനെ ആരാഗ്രഹിക്കുന്നു, ഫൽയഅമൽ അമലൻ സ്വാലിഹൻ, അവർ നല്ല പ്രവർത്തികൾ ചെയ്യട്ടെ. അവരുടെ സ്വാലിഹായ ഒരമലിലും ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ പങ്കുചേർക്കരുത്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ സൂറത്തു സജദയിൽ സൂചിപ്പിച്ചത്, ഞങ്ങൾ ഭൂമിയിൽ ലയിച്ച് ചേർന്ന് അപ്രത്യക്ഷമായി, ഇനി ഞങ്ങൾക്കൊരു പുതിയ ജീവിതമുണ്ടോ? അപ്പൊ ഈ ഒന്നാമത്തെ ആയത്തിൽ നാം മനസ്സിലാക്കുന്നത്, ഇനി ജീവിക്കുന്നു എന്നതൊരു അനുഭവ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളാൻ കഴിയാത്ത കേവലം തോന്നലുകളും പറച്ചിലുകളും മാത്രമുള്ള ഒരു വിശ്വാസമല്ല, മറിച്ച് അനിവാര്യമാണ് ഇനിയൊരു ജീവിതം. ആ അനിവാര്യതയെ അനുഭവപ്പെടലാണ് വിശ്വാസികളുടെ ധർമ്മം. അങ്ങനെ അനുഭവപ്പെട്ട് കഴിയുമ്പോഴാണ് അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുക. കാരണം അള്ളാഹുവിൻ്റെ ലിഖാഉം അവൻ്റെ ചോദ്യവുമാണ് മുൻപിലുള്ളത്. ഈ ഒരൊറ്റ അറിവിലാണ് മനുഷ്യനിൽ വമ്പിച്ച മാറ്റങ്ങൾ പ്രവാചകന്മാർ വരുത്തിയത്. വിശ്വാസത്തെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതകാര്യം ബോധ്യപ്പെടുത്തിയിട്ടാണ്. അത് എല്ലാ സൂറകളിലും ആവർത്തിച്ചാവർത്തിച്ച് വിവിധ രീതിയിൽ അള്ളാഹു അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് നമ്മൾ കണ്ടത്. അതിൽ രണ്ട് കുറ്റങ്ങൾ അള്ളാഹു ആരോപിക്കുന്നു. ഒന്ന്, രക്ഷിതാവിനെ തന്നെ നിഷേധിക്കുകയാണ്. അത് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. അവരുടെ വ്യക്തിത്വത്തെ, അവര് രൂപപ്പെട്ട് ജനിച്ച് വളർന്ന് ഇപ്പോൾ അവരാളായി. അപ്പൊ അവരെ തന്നെയാണ് അവർ നിഷേധിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള സത്തയല്ല, അവരെ സൃഷ്ടിച്ച് വളർത്തുന്നവനെയല്ല, മറിച്ച് അവരെ തന്നെ നിഷേധിക്കുന്നു എന്നാണ് ഖുർആൻ അവിടെ വെളിപ്പെടുത്തിയത്. രണ്ടാമത് ഈ ആയത്തില് ഒരു കാര്യം കൂടി പറഞ്ഞു. അവരൊരു മൂഢമായ ചില സങ്കല്പത്തിലും ആചാരത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് തല ഉയർത്താനോ കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരു പരിതാപകരമായ സാഹചര്യം, ഇതാണ് ആ ജനങ്ങൾക്കുള്ളത്. എന്നിട്ട് ഖുർആൻ രണ്ടാമത് പറഞ്ഞു, വ അഖ്സമു ബില്ലാഹി ജഹ്ദ ഈമാനി. അത്ര കഠിനമായ സ്വരത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തിയോടെയാണ് അവർ സത്യം ചെയ്യുന്നത്. വ അഖ്സമു ബില്ലാഹി ജഹ്ദ ഈമാനി. അവർ സത്യം ചെയ്യുന്നത് അള്ളാഹുവിനെ കുറിച്ച് കഠിനമായ രീതിയിലും സ്വരത്തിലുമാണ്. ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്. മരിച്ചവരെ ആരെയും അള്ളാഹു ഇനി പുനർജീവിപ്പിക്കുകയില്ല. ഇതാണ് അവർ ശഠിച്ചു പറയുന്ന അവരുടെ സത്യത്തിന്റെ വാചകം. അള്ളാഹുവിൽ തന്നെയാണ് അവരുടെ ആ സത്യം. അപ്പൊ ഇവിടെ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു. അള്ളാഹുവിൽ വിശ്വാസമുള്ള എല്ലാവരും
യൗമുൽ ബഅസ് ബോധ്യം വന്ന് അംഗീകരിച്ച് വിശ്വാസം സ്വീകരിച്ചവരല്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൽ അവര് സത്യം ചെയ്യുകയാണ്, പരമാവധി ഉറപ്പിച്ച് സത്യം ചെയ്യുന്നു എന്നാണ്. വഖ്സമു ബില്ലാഹി ജഹ്ദ ഐമാനിഹി, പരമാവധി ഉറപ്പിച്ച് അവർ സത്യം ചെയ്യുന്നു അള്ളാഹുവിൽ. എന്താ അവർ സത്യം ചെയ്ത് പറയുന്നത്? ഇനി അള്ളാഹു മരിച്ചുപോയ ആരെയും ജീവിപ്പിക്കുകയില്ല എന്നാണ്. അപ്പൊ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, യൗമുൽ ബഅസിൽ വിശ്വാസമില്ല. അത്തരം വിശ്വാസം ജീവിതത്തിൽ യാതൊരുവിധ നന്മയും ഉണ്ടാക്കി തീർക്കില്ല, ഒരു പരിവർത്തനവും ഉണ്ടാക്കില്ല. അതുകൊണ്ടാണ് എല്ലാ അംബിയാ മുർസലുകളും ഈ കാര്യത്തിനാണ് ഊന്നൽ കൽപ്പിച്ചത്. നബിയുടെ കാലത്തേക്ക് വരുമ്പോൾ വളരെ കൃത്യമായി അള്ളാഹു ആ കാര്യം മനുഷ്യന്റെ ജന്മം ആരംഭിക്കുന്നത് മുതലുള്ള വാക്കുകൾ പറഞ്ഞിട്ടാണ് ബോധ്യപ്പെടുത്തിയത്. ലാ യബ്അസുല്ലാഹു മൻ യമൂത്ത്, ബല, അവരാ പറയുന്നത് പോലെയല്ല. വഅദൻ അലൈഹി ഹഖൻ, അള്ളാഹുവിന്റെ വാഗ്ദത്വമാണ് നിങ്ങളെ ജീവിപ്പിക്കുക. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾക്കും മരിച്ചതിന് ശേഷം അവർ ജീവിക്കുന്നു, അവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞത് അറിയാത്തവരാണ്. അവർക്കതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ അറിവില്ല. എന്നിട്ട് അള്ളാഹു സൂറത്ത് ബനി ഇസ്രായീലിൽ എന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം? ദാലിക ജസാഉഹും ബിഅന്നഹും കഫറൂ ബിആയാതിനാ, ഒന്നാമത്തെ ആയത്തിൽ അവരുടെ രക്ഷിതാവിനെ തന്നെയാണ് അവർ നിഷേധിച്ചത്. ഈ വചനത്തിൽ ബനു ഇസ്രായേലിലേക്ക് വരുമ്പോൾ നമ്മുടെ തെളിവുകളെ അവർ നിഷേധിച്ചു കളഞ്ഞു, ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ. അവരുടെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് അവർ എങ്ങോട്ട് നോക്കിയാലും അതിനെ കൃത്യമായി അവരെ ഞെട്ടിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങൾ അവരോടൊപ്പവും അവരുടെ പരിസരങ്ങളിലും കാണാം. ഓരോ സസ്യജാലങ്ങളിലുമുണ്ട്, ഓരോ സൃഷ്ടവർഗങ്ങളിലുമുണ്ട്. ഇതെല്ലാം അള്ളാഹു വിന്യസിപ്പിച്ചിട്ടുള്ള ആയാത്തുകളാണ്. ആ ആയാത്തുകളെയാണ് അവർ നിഷേധിച്ചത്. സൂറത്ത് ദാരിയാത്ത്, വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് നിങ്ങളിൽ നിന്ന് തന്നെ രൂപപ്പെടുക. കാഴ്ച, കേൾവി, ചിന്ത, ശ്വസനം, ദർശനം, സ്പർശനം, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, മനുഷ്യന്റെ ത്വക്ക്, അവന്റെ മുടികൾ, അവന്റെ എല്ലുകൾ, അവന്റെ അന്തരാവയവങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരികയല്ല. ബി അന്നഹും കഫറൂ ബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ തന്നെ അവര് നിസ്സാരമായി കണ്ടു, അത് പരിഗണിക്കാതെ അവഗണിച്ച് കളഞ്ഞു, നിഷേധിച്ച് കളഞ്ഞു, തള്ളിക്കളഞ്ഞു. വഖാലു ഇന്ന ഇദാ കുന്ന ഇളാമൻ വറുഫാത്തൻ, ഞങ്ങൾ മരിച്ച് ഭൂമിയിൽ ലയിച്ചു ചേർന്നു എന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലുകൾ ബാക്കിയായി, വറുഫാത്തൻ, തുരുമ്പുകളും. ഇപ്പൊ കുറെ എല്ലും കുറെ തുരുമ്പും. ഇനിയൊരു പുതിയ ജന്മം, സൃഷ്ടിപ്പ് ഞങ്ങൾക്കുണ്ടാകുമോ? ഇത് ഒരു വിശ്വാസിയെ അനുഭവപ്പെടുത്തുന്ന, ഇതൊരു അനിവാര്യമാണ് മരണം. മരണത്തിന് ശേഷമുള്ള ജീവിതം മനുഷ്യരുടെ ഓരോ മനുഷ്യനും അത്യാവശ്യം ആഗ്രഹിക്കുന്ന, അവന്റെ ജീവിതത്തിന്റെ അർത്ഥം അവന് തിരിയുന്നത് അവിടെ വച്ചാണ്. ശിക്ഷാരക്ഷകൾ മാത്രമല്ല, ഗുണനന്മകൾ ലഭ്യമാകുന്ന ദിവസം അവിടെയാണ്. അതൊരു വിശ്വാസിയുടെ ആവശ്യമാണ്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഒരാള്, ഏറ്റവും ചുരുങ്ങിയതൊരു മുഅ്മിനായ ആള് 17 പ്രാവശ്യം അവനിത് ആവർത്തിക്കും.
ഏതൊരു കാര്യത്തിൻ്റെയും നന്മയോ തിന്മയോ ആകട്ടെ, അതിന് ഫലം നിർണയിച്ച് നൽകുന്ന ഒരു ദിവസം അതിൻ്റെ അധിപൻ. അങ്ങനെ നന്മതിന്മകൾക്ക് ഫലം നിർണയിച്ചിട്ട് നൽകാൻ ഒരു ദിവസം ഉണ്ടാവുക, അതിനൊരു അധിപൻ ഉണ്ടാവുക, ആ അധിപൻ ആരെയും ചെവിക്കൊള്ളാതിരിക്കുക, ഒരുവിധ വിട്ടുവീഴ്ചയും അവിടെ ചെയ്യാതിരിക്കുക, ആരുടെയും ശുപാർശകൾ സ്വീകരിക്കാതിരിക്കുക. യൗമല യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അന്ന് മക്കളോ സമ്പത്തോ ഉപകാരം ചെയ്യൂല. പ്രതിഫല ദിവസത്തിൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നന്മ തിന്മകൾ വേർതിരിച്ച് ഫലം നൽകുന്നതിൻ്റെ ആധിപത്യം ആരാണ് വേറെയുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ദിവസം ഒരു നിലയിലും പ്രയോജനം ചെയ്യില്ല. മക്കൾ പ്രയോജനമല്ല, സമ്പത്ത് പ്രയോജനമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അവസാനം ഉച്ചരിച്ച് സ്വച്ഛന്തമായ മനസ്സോടെ ലോകത്തോട് യാത്ര പറഞ്ഞ മുഅ്മിനുകൾക്കല്ലാതെ, അതാണ് ശാന്തമായ ഹൃദയം. അവിടെ യാതൊരു തപിക്കുന്ന ഒരു മനസ്സും ഉണ്ടായില്ല. ശാന്തമായ മനസ്സുള്ള മുസ്ലിമുകൾ, മുഅ്മിനുകൾക്കൊഴികെ എന്ന് അള്ളാഹു അവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പറഞ്ഞു വന്നത്, ഇനി വീണ്ടും എല്ലും തുരുമ്പുമായി കഴിഞ്ഞപ്പോൾ ഇനി ഒരു ജീവിതമോ, ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ഉണർത്തുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ ഒരു തെളിവ് പറയുന്നുണ്ട്. വ ആയത്തുൻ ലഹും അൽ അർളുൽ മൈത്തത്തു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. അപ്പൊ അവിടെ അള്ളാഹു ഉണർത്തിയപ്പോൾ വഅഖ്റജ്നാ മിൻഹാ ഹയ്യൻ ഫമിൻഹു യഅ്കുലൂൻ, അവിടെ അള്ളാഹു പറഞ്ഞപ്പോൾ മനുഷ്യന് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ലഹുമുൽ അർളുൽ മൈത്തത്തു, നിർജീവമായ ഈ ഭൂമി, ഇവിടെ യാതൊന്നും ഇല്ലാതെ നിർജീവമായി കിടക്കുന്ന ഒരു ഭൂതലം. അഹ്യൈനാഹ, നാം അതിനെ ജീവവത്താക്കി. ജീവവത്താക്കിയപ്പോൾ കോടാനുകോടി വൈവിധ്യം നിറഞ്ഞ സസ്യജാലങ്ങളാണ് മുളച്ചു പൊങ്ങിയത്. അതിനനുസരിച്ച് പക്ഷികൾ, മൃഗങ്ങൾ, അതിൻ്റെ മുകളിൽ മനുഷ്യർ, ഇതെല്ലാം രൂപപ്പെടുകയാണ്. അതിൽ നിന്നാണ് അള്ളാഹു നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചത്. ഇത്രയും കാര്യം പിന്നിലേക്കൊന്ന് നോക്കിയാൽ അത് ആസൂത്രണം ചെയ്യുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ അജയ്യത നിങ്ങൾക്ക് ബോധ്യം വരും. അവൻ്റെ രക്ഷാകർതൃത്വം, അവനാണ് സർവത്തിൻ്റെയും രക്ഷാധിപൻ എന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും എന്നാണ് സൂറത്ത് യാസീൻ ഇവിടെ ബോധ്യപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി വിദ്യാസമ്പന്നരും ആലോചനയുള്ളവരും ബുദ്ധിമാന്മാരും ചിന്തകരും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിലേക്ക് ഖുർആൻ ഒരു തെളിവ് കൂടി പറയുന്നു. അങ്ങനെ നൂറുകണക്കിന് ആയത്തുണ്ട്. നമ്മൾ ഇതോടുകൂടി പറഞ്ഞ് ഏതാണ്ട് അതിൻ്റെ ഒരു സംക്ഷിപ്തത മനസ്സിലാക്കലാണ്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യരിൽ ഓരോരുത്തരെയും സൃഷ്ടിച്ചു. മനുഷ്യരുടെ സത്ത ഇന്ന് വിഭജിതമാണ്. എന്തെല്ലാം ചേർന്നതാണെന്നറിയാം, എത്രയായി അത് വിഭജിക്കാം, ഓരോ അംശവും എത്ര വീതമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ, ഇതെല്ലാം ഇന്ന് സുപരിചിതമാണ് ശാസ്ത്രലോകത്ത്, എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കിലാണ് ഖുർആൻ അത് പറഞ്ഞത്. മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിൻ്റെ സത്ത. ഈ ഭൂതലത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ എല്ലാ സത്തയുടെ അംശങ്ങളും ഉള്ളത്. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാരിൻ മക്കീൻ, എന്നിട്ട് അവനെ നാം ഒരു ബീജത്തിൻ്റെ അംശമായി ഒരു നിർണിത കാലം നാം സൂക്ഷിച്ചു. അത് ഒരുപാട് കാര്യം പറയാനുണ്ട്. അല്ലത്താലൽ ഇൻസാനി ഹീനുൻ മിനദ്ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ, സൂറത്തു ദഹറിൽ, സൂറത്ത് ഇൻസാൻ. മനുഷ്യന് കഴിഞ്ഞുപോയി എത്രയോ യുഗങ്ങൾ,
ഹൽ അത്താ അലൽ ഇൻസാനി ഹീനുൻ മിനദ്ദഹർ, എത്രയോ കാലഘട്ടങ്ങൾ ഒരു മനുഷ്യന് അവന്റെ മുൻപിൽ കഴിഞ്ഞു പോയിരിക്കുന്നു, അവൻ ഇന്നത് എന്ന് അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം. ഒരു മനുഷ്യൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെയുണ്ട്. അത് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ സന്താന പരമ്പരകളെ സൃഷ്ടിച്ച കാര്യം വളരെ കൃത്യമായി ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ നാം വിവരിക്കുകയല്ല. ആദമിന്റെ മുതുകുകൾ തടകുകയും അതിൻ്റെ മനുഷ്യവംശത്തെ ഒന്നടങ്കം പുറത്തു കൊണ്ടുവരികയും നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലേ എന്നാണ് അള്ളാഹു അവിടെ വെച്ച് ചോദിച്ചത്. കാലാലസ്തു ബിറബ്ബിക്കും, ആ രക്ഷകനെയാണ് നിഷേധിച്ചു. ഈ യൗമുൽ ബഅസിന്റെ കാര്യം പറയുന്ന എല്ലാ സ്ഥലത്തും ആവർത്തിച്ചത്. നിങ്ങളുടെ രക്ഷിതാവ് ആരോ, ആ രക്ഷിതാവിനെ നിഷേധിച്ചാൽ വിശ്വാസം നിങ്ങൾക്ക് നിലനിർത്താം, പക്ഷെ യൗമുൽ ബഅസിലുള്ള അനുഭവം നഷ്ടപ്പെട്ടാൽ ജീവിതം തീർന്നു. ഇതാണ് ഈ ആയത്ത് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖത്തൻ, അപ്പൊ ഒരു കാലഘട്ടത്തോളം ആ നുത്ഫയെ അള്ളാഹു സൂക്ഷിച്ചു. എന്നിട്ട് ആ ബീജത്തിന്റെ ഖണികയെ അലക്കത്താക്കി മാറ്റി. അലക്കത്ത് എന്ന് പറഞ്ഞാൽ വേറൊന്നിനെ ആശ്രയിച്ച് തൂങ്ങി നിൽക്കുന്ന ഒന്ന് എന്നാണ് അതിന്റെ അർത്ഥം. ഗർഭാശയ ഭിത്തിയിലാണ് അതിന്റെ ആവാസത്തിന്റെ തുടക്കം. അതിങ്ങനെ തലകീഴായി താഴോട്ട് കിടക്കുകയാണ്, ഇതെല്ലാവർക്കും അറിയാം. ഫഖലഖ്നൽ അലക്കത്ത മുളുകത്തൻ, എന്നിട്ട് അതിനെ നമ്മൾ മുളുകത്താക്കി. അതൊരു രക്തപിണ്ഡം, മാംസപിണ്ഡം എന്നൊക്കെ നമുക്ക് പറയാം. ലോകത്ത് ഒരുപാട് ചിന്തകന്മാർ 19-ാം നൂറ്റാണ്ടിന്റെ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജീവിച്ച വലിയൊരു സയന്റിസ്റ്റ് ഖുർആനിലെ 1-ാമത്തെ ആയത്ത് പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് അദ്ദേഹം ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചയാളാണ്. ഖുർആന്റെ 1-ാമത്തെ വചനം അത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖാണ്. അത് അദ്ദേഹം വായിച്ചു നോക്കിയിട്ട് പറഞ്ഞത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒറ്റ വാക്കിലാണ് മനുഷ്യ സൃഷ്ടിപ്പ് മുഴുവൻ വെളിപ്പെടുത്തിയത്. അലക്കിൽ നിന്ന് മനുഷ്യ വംശത്തെ സൃഷ്ടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ലഭ്യമാകുന്ന വേദങ്ങളൊക്കെ വായിച്ചു, അതിൽ ബൈബിള് വായിച്ചു, ഗീത വായിച്ചു, ഖുർആൻ വായിച്ചു. എന്നിട്ടാണ് അദ്ദേഹം ഈ നിഗമനത്തിലെത്തുന്നത്. ഖുർആനിലെ ഒരു 5 വാക്കുകളിൽ ഒരു വാക്കാണത്. മനുഷ്യ ജന്മത്തിന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെ കുറിച്ച് ഖുർആൻ വെളിപ്പെടുത്തിയത്. ഇത് 18-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വായിച്ചിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. ഇത് 6-ാം നൂറ്റാണ്ടിലാണ് മുഹമ്മദിന് ലഭിക്കുന്നത്. 6-ാം 6, 7, 8, 9, 10, 11, 12 നൂറ്റാണ്ട് വരെയും മനുഷ്യവംശത്തിന്, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഈ ഘട്ടങ്ങളെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നില്ല ലോകത്ത്. 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഗർഭധാരണത്തെ കുറിച്ച്, എംബ്രിയോളജി എന്ന ഒരു ശാസ്ത്രശാഖയെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നിരക്ഷരനുമാണ്, എവിടെ നിന്നും പഠിച്ചിട്ടില്ല, അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റും ഇല്ല. പക്ഷെ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, നിങ്ങൾ വായിച്ച് പഠിക്കണം, സൃഷ്ടാവിനെ കണ്ടെത്താം, പേര കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു, മനുഷ്യ വംശത്തെ സൃഷ്ടിച്ചത് അലക്കിൽ നിന്നാണ്. ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇരുത്തി ചിന്തിപ്പിച്ചതാണ്. ഞാൻ മോറീസ് ബുക്കായിയെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് അതിനകത്തുണ്ടായ അത്ഭുതം വളരെ വലുതാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു വാക്ക് എങ്ങനെ 6-ാം നൂറ്റാണ്ടിൽ വന്നു എന്നാണ്. അപ്പൊ ഖുർആൻ ദൈവികമാണെന്ന് അദ്ദേഹം അടയാളപ്പെടുത്തിയതാണ്. അത് വച്ചിട്ട് അത്രയും വലിയ ആഴമേറിയ ചിന്ത അതിന്റെ പിന്നിലുണ്ട്. അതെങ്ങനെ ഇരിക്കട്ടെ. ഫഖലഖ്നൽ മുളുഗത്ത ഇളാമൻ, എന്നിട്ട് ആ മാംസപിണ്ഡത്തെ അള്ളാഹു സൃഷ്ടിച്ചത് എല്ലുകൾ നൽകുകയാണ്. പിന്നെ ഫകസൗനൽ ഇളാമ ലഹ്മൻ, എന്നിട്ട് ആ എല്ലുകളെ മാംസം കൊണ്ട് ആവരണം ചെയ്തു. അപ്പോഴും സൃഷ്ടിപ്പ് തീർന്നില്ല. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, മറ്റൊരു സൃഷ്ടിയായി നിന്നെ കൊണ്ടുവന്നു. അപ്പൊ ഒരു ഭൂജാത ശിശുവായി, പിന്നെ വളർന്ന് വലുതായി,
ഏതാണ്ട് ഈ ആകാശലോകങ്ങളുടെയും ഭൂമിയുടെയൊക്കെ ലിവർ ഇപ്പൊ എൻ്റെ കയ്യിലാണ് എന്നൊരു ധിക്കാരത്തിലാണ് ഇപ്പൊ നിൽക്കണത്. തൻ്റെ ഇടത്തില് ഞാൻ വലിയ ശക്തനാണ് എന്നിടത്തേക്ക് എത്തി. ഞാൻ വേറൊരു സൃഷ്ടിയാക്കിയെന്ന് നമ്മളെ. സുമ്മ അൻഷഅ്നാഹു ഖൽഖൻ ആഖർ. എന്നിട്ട് അള്ളാഹു ഒരു വാക്ക് പറഞ്ഞു, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അള്ളാഹു ഏറ്റവും ഭംഗിയായിട്ടാണ് സൃഷ്ടിപ്പ്. ഏതൊരു കലയുടെയും അടിസ്ഥാന തത്വം എന്തോ ആ തത്വമാണ് മനുഷ്യ സൃഷ്ടിപ്പിലുള്ളത്. ഓരോന്നും വൈവിധ്യമാണ്, എന്നാൽ സൗന്ദര്യത്തിൽ ഏറ്റുമുട്ടുന്നതുമാണ്. ഉന്നതമായ സൗന്ദര്യത്തിന്റെ നിദാനമായ പ്രകടിതമായ തെളിവാണ് ഓരോ മനുഷ്യനും. അവനുള്ള വ്യത്യസ്തതയുണ്ടല്ലോ, സൗന്ദര്യത്തിന്റെ, രൂപത്തിന്റെ, ഭംഗിയുടെ, ആകാരത്തിന്റെ, ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. അവിടെയാണ് അള്ളാഹു പറഞ്ഞ അഹ്സനുൽ ഖാലിഖീനാണ് അള്ളാഹു. എന്നിട്ട് പറഞ്ഞു സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിത്തൂൻ. ഇനി നിങ്ങൾ ഓരോരുത്തരും മരിച്ചു പോകും. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. ഇനി ഖിയാമത്ത് നാളിൽ നിങ്ങളെ അള്ളാഹു ഇനിയും ജീവിപ്പിക്കും. അപ്പൊ ആ ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് വഇൻ തഅജബു ഫഅജബുൻ ഖൗലുഹും. അവരുടെ ഏറ്റവും ആശ്ചര്യം നിറഞ്ഞ വാക്ക്. ഇത്രയും പറഞ്ഞിട്ടും ഇത് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അവർക്കപ്പോഴും ആശ്ചര്യം, ഇനി ജീവിപ്പിക്കുമോ? അത് ഉറപ്പാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്കുകൂടിയുണ്ട്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ. സൃഷ്ടിപ്പ് തുടങ്ങിയത് അവനാണ്. സുമ്മ യുഈദുഹു. ആ സൃഷ്ടിപ്പ് പിന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത്. മനുഷ്യവംശത്തിന്റെ ആദിമൻ ആരോ ആ ആളെ സൃഷ്ടിച്ചിട്ട് ആ സൃഷ്ടിപ്പ് ആവർത്തിക്കുകയാണ്. വഹുവ ഹുവനുൽ ഇലൈഹി. അത് അല്ലാഹുവിന് ഏറ്റവും നിസ്സാരം. വലഹുൽ മസലുൽ അഅ്ലാ ഫിസ് സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. സൂറത്ത് റൂം. അവനാണ് ഏറ്റവും ഉന്നതമായ ഉദാഹരണം. ഈ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ അതിൻ്റെ എല്ലാ ഉപമയും പൂർണ്ണമായ നിലയിൽ ഉൾക്കൊള്ളുന്നവൻ അള്ളാഹുവാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. ഇത്രയും പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ മുൻപിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നത് യൗമുൽ ബഅസ് നിഷേധിച്ച ഒരു ജനതയുടെ മുൻപിൽ അത് ബോധ്യപ്പെടുത്തലാണ്. എല്ലാ നബിമാരുടെ കാലത്തും അതിനെന്തെല്ലാം തെളിവുകളും ആയാത്തുകളും ഹുജ്ജത്തുകളും ദൃഷ്ടാന്തങ്ങളും അവരെ കാണിച്ചു കൊടുക്കണമോ അതെല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ് മരിച്ചതിന് ശേഷം ജീവിതമുണ്ട്. അത് ബോധ്യം വന്നപ്പോഴാണ് മനുഷ്യനിൽ വമ്പിച്ച മാറ്റം ഉണ്ടായത്. വമ്പിച്ച മാറ്റം എന്ന് പറഞ്ഞാൽ ആരെയും നിയന്ത്രിക്കാതെ സ്വയം നിയന്ത്രിതമായി ജീവിതത്തിലേക്ക് വന്നു. സൽക്കർമ്മങ്ങളിലും നന്മകളിലും എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യരാശിക്ക് ആവശ്യമുണ്ടോ എല്ലാ കാര്യത്തിലും മുൻകടക്കാൻ ശ്രമിച്ചവരായി. കഴിഞ്ഞ ഖുത്ബയിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. വസ്സാബിഖൂന സാബിഖൂൻ. വിജയം വരിച്ചവരെ പിന്തള്ളി പ്രശസ്ത വിജയം കരസ്ഥമാക്കാൻ ശ്രമിച്ചവർ. ഉലൈകൽ മുഖർറബൂൻ. അവരാകുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പഠിപ്പിച്ച ആ ഭാഗങ്ങളിലെല്ലാം മരണത്തിന്റെ ബോധ്യത, യാഥാർത്ഥ്യം അതാദ്യം അടയാളപ്പെടുത്തി. മരിച്ചതിന് ശേഷമുള്ള ജീവിതം എന്നത് അനിവാര്യമായി ഒരു അനുഭവമാണെന്ന് വിശുദ്ധ ഖുർആൻ ഓരോ മുഅ്മിനിനെയും കൃത്യമായി അറിയിച്ച് വിശ്വാസം നൽകി അള്ളാഹു അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതാണ് ലോകത്ത് ഇന്നീ കാണുന്ന മുസ്ലിം സമൂഹത്തിന്റെ നന്മയിലുള്ള മാറ്റം. അതാണ് ഏറ്റവും വലിയൊരു നാഗരികതയും. അതാണ് ഖുർആൻ സാധിച്ചെടുത്ത ഏറ്റവും വലിയ വിപ്ലവം. മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.